നമസ്കാരം. ബി.ജെ.പി. ഭരണം കൊണ്ട് കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തിന്റെ ശക്തി വളരെയധികം വളർന്നുവെന്ന് ഇന്ത്യൻ ജെയിംസ് ബോണ്ട് അജിത് ഡോവൽ. അതിർത്തിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ചെറുതായി കാണാൻ കഴിയില്ലെന്നതടക്കം അദ്ദേഹം എടുത്തു പറയുന്നു. അതിർത്തി കാക്കുന്ന നമ്മുടെ കാവൽക്കാരുടെ ഉത്തരവാദിത്തം വളരെ ഏറിയിരിക്കുകയാണ്. ഏതു നേരവും നമ്മുടെ ജീവന് വേണ്ടി കണ്ണടയ്ക്കാതെ കർമ്മനിരതരായിരിക്കുകയാണ് അവർ. അവരുടെ ദൗത്യത്തെ ചെറുതായി കാണാൻ കഴിയില്ല. ശത്രുക്കൾ അതിർത്തിയിൽ ഏതു നേരവും തുറന്ന കണ്ണുകളുമായിരിക്കുന്നു. അതിർത്തി സുരക്ഷിതമായിരിക്കാൻ നമ്മുടെ ജവാന്മാർ കാണിക്കുന്ന ദൃഢതയും ആത്മാർത്ഥതയും പറയാതിരിക്കാനാകില്ല എന്നും അജിത് ഡോവൽ പറയുന്നു. അതിർത്തികൾ കൂടുതൽ സുരക്ഷിതവും എതിരാളികളുടെ കയ്യേറ്റവും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ കൂടുതൽ വളരെ വേഗത്തിൽ പുരോഗമിക്കുമായിരുന്നുവെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറയുന്നു. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ റുസ്തംജി മെമ്മോറിയൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തിന്റെ ശക്തി വളരെയധികം വളർന്നുവെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. നമുക്ക് കൂടുതൽ സുരക്ഷിതമായ അതിർത്തികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി വളരെ കൂടുതൽ വേഗത്തിലാകുമെന്ന് ഡോവൽ പറഞ്ഞു. സമീപഭാവിയിൽ നമ്മുടെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ അത്ര സുരക്ഷിതമായിരിക്കും നമ്മുടെ അതിർത്തികൾ എന്ന് താൻ കരുതുന്നില്ല. അതിനാൽ അതിർത്തി കാവൽ സേനയുടെ ഉത്തരവാദിത്തം വളരെ ഭാരിച്ചിരിക്കുകയാണ്. അവർ തുടരേണ്ടത് തന്നെയുണ്ട്. ശാശ്വതമായി 24 മണിക്കൂറും ജാഗ്രത പാലിക്കണം. നമ്മുടെ ദേശീയ താൽപര്യങ്ങളും രാജ്യവും സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ അജിത് ഡോവൽ ശ്രമം നടത്തുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ മാസം ആദ്യം UK-യുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യ-UK സ്ട്രാറ്റജിക് ഡയലോഗിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യുണൈറ്റഡ് കിങ്ഡം കൗണ്ടർപാർട്ട് ടീം ബാരോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിർണായകവും ഉയർന്നു വരുന്നതുമായ സാങ്കേതിക വിദ്യകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ഉഭയകക്ഷി സംവിധാനമായ ടെക്നോളജി ആൻഡ് സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവിനെ കുറിച്ച് ഇരു ഉന്നതരും ചർച്ചകൾ നടത്തിയതായി സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. ഉഭയകക്ഷി വിഷയങ്ങളും പരസ്പര താല്പര്യവുമുള്ള പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങളും അവർ ചർച്ച ചെയ്തു. അതേസമയം ഇന്ത്യൻ സൈന്യത്തിന് കൂടുതൽ കരുത്തേകാൻ വ്യാഴാഴ്ച നടന്ന നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ 146ാമത് കോഴ്സിന്റെ കോൺവെക്കേഷനിൽ 205 കേഡറ്റുകൾ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി. സയൻസ് സ്ട്രീമിൽ 82 കേഡറ്റുകളും കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിൽ 84 കേഡറ്റുകളും ആർട്സ് സ്ട്രീമിൽ 39 കേഡറ്റുകളും ഉൾപ്പെടുന്ന മൊത്തം 205 കേഡറ്റുകൾ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് അഭിമാനകരമായ ബാച്ചിലേഴ്സ് ബിരുദം ലഭിച്ചു. ഇതിനു പുറമെ സൗഹൃദ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 17 കേഡറ്റുകൾക്കും ബിരുദം നൽകി. ഇതുകൂടാതെ നാവികസേനയിലെയും വ്യോമസേനയിലെയും 132 കേഡറ്റുകൾ ഉൾപ്പെടുന്ന ബിടെക് സ്ട്രീമിന് 3 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റും ലഭിച്ചു. ഈ കേഡറ്റുകൾക്ക് അതാത് പ്രീ കമ്മീഷനിംഗ് അക്കാദമികളിൽ 1 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ബിരുദം നൽകും. അതിർത്തികൾ കൂടുതൽ ശക്തിപ്പെടുത്താനും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ കടുപ്പിക്കാനും കഴിയുമെന്ന് തന്നെയാണ് അജിത് ഡോവലിന്റെ കർമ്മപഥത്തിൽ നിന്ന് മനസ്സിലാകുന്നത്.